പച്ചമാങ്ങ കിട്ടുന്ന സമയത്ത് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഒരു തമിഴ് ചാനലിൽ കണ്ടിട്ടാണ് കേട്ടോ ഇത് ട്രൈ ചെയ്യുന്നത്. ഒരു വെറൈറ്റി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു പച്ചമാങ്ങ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു ചോപ്പറിൽ ഇട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അഗാരയുടെ ഈ ഒരു മിനി ചോപ്പറാണ് കേട്ടോ. ഇത് ചെറുതാണെങ്കിലും നല്ല പവർഫുള്ളാണ്. നല്ല മൂർച്ചയുള്ള ബ്ലേഡൊക്കെയാണ് കേട്ടോ ഇതിന് വരുന്നത്. ഇതൊരു 4 മണിക്കൂർ ചാർജ് ചെയ്താൽ ഒരു 30 തവണ വരെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. ഇതുപോലെയാണ് ഇതിൻ്റെ ലിഡ് വരുന്നത്. എന്നിട്ട് ഇതാ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി മുകളിലുള്ള ഒരു ബട്ടൺ കേട്ടോ. നന്നായിട്ട് തന്നെ ചോപ്പായി കിട്ടുന്നുണ്ട്. ഇതുപോലെ ഒരു ചാർജിങ് കേബിളും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മാങ്ങയുടെ പീസസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ആ ബട്ടൺ പ്രസ് ചെയ്തിട്ടും ചോപ്പ് ചെയ്തെടുക്കുന്നത്. നല്ല ഫൈനായിട്ട് ചെറുതായിട്ട് നമുക്ക് ചോപ്പായിട്ട് കിട്ടും. നമുക്ക് ഇഞ്ചി അതുപോലെ എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ 2-3 ബാച്ചായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത് ഇതിലെ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകാണ് 3 എടുത്തിട്ടുള്ളത്. അതും ഇതിലിട്ടിട്ട് തന്നെയാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ബൗളൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി 1/2 ടീസ്പൂണ് കടുക്, 1 ടീസ്പൂണ് ഉലുവ, 1 ടീസ്പൂണ് വലിയ ജീരകം ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അവരിതിലേക്ക് ചെറിയ ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ജീരകം ചേർക്കുമ്പോൾ എനിക്ക് ടേസ്റ്റ് വലിയ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ചേർക്കാത്തത്. അത് നന്നായിട്ടൊന്ന് വറുത്തിട്ട് ചൂടാറിന് ശേഷം പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 നുള്ളു കായപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചൂടാക്കിയിട്ട് ഒഴിക്കണം. അവർ മസ്റ്റേർഡ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ എള്ളെണ്ണയാട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതാ ഇതിൻ്റെ മുകളിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ എനിക്കുണ്ടല്ലോ ഒത്തിരി ഒരു എക്സ്ട്രാ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മധുരം എനിക്ക് ഇതുപോലത്തെ ഐറ്റംസിലൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 1 ടീസ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയി കിട്ടിയിട്ടോ എനിക്ക്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ അവർ വേറൊരു സ്റ്റെപ്പ് കൂടെ ഇതിന് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ഒരു ചാർക്കോൾ ഒന്ന് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലൊരു 1/2 ടീസ്പൂൺ നെയ്യ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് സ്റ്റോർ ചെയ്യാൻ വെക്കുന്ന ബോട്ടിലൊന്ന് കമിഴ്ത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് ആ ഉടനെ തന്നെ അതിലേക്ക് ഈ ഒരു മാങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അടിപൊളിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാല്ലാ പുതിയ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്